ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ മർദ്ദിച്ച പിതാവിനെതിരെ കേസെടുത്തു. വീഡിയോ ചിത്രീകരിച്ചത് അമ്മ തിരികെ വരാനെന്ന 8 വയസ്സുകാരിയുടെ സഹോദരൻ പോലീസിന് മൊഴി നൽകി. പിതാവ് ഉപദ്രവിച്ചിട്ടില്ല എന്നും കുട്ടി പറയുന്നുണ്ട്. വീഡിയോ സ്വന്തമായി എഡിറ്റ് ചെയ്ത് മാതാവിന് അയച്ചു നൽകിയതായി കൂടി കുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടന്നത്. 8 വയസ്സുകാരിയായ സ്വന്തം മകളെ ജോസ് എന്ന മാമച്ചൻ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കുട്ടിയുടെ മുഖത്തടിക്കുകയും എടുത്ത് നിലത്തടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കത്തിയെടുത്ത് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി വലിയ വിവാദമാവുകയും എന്തുകൊണ്ട് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല എന്ന ചോദ്യം ഉയരുകയും ചെയ്തു. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികളും അതുപോലെ തന്നെ പോലീസും പറയുന്ന ഒരു കാര്യം, അതായത് അമ്മയും അച്ഛനും പിരിഞ്ഞ് താമസിക്കുകയാണ്. പിരിഞ്ഞ് താമസിക്കുന്ന അമ്മ തിരികെ വീട്ടിലേക്ക് വരാൻ വേണ്ടി തങ്ങളുണ്ടാക്കിയ പ്രാങ്ക് വീഡിയോ ആണെന്നാണ് കുട്ടികൾ പറഞ്ഞത്. ഈ കാര്യങ്ങൾ അന്വേഷിച്ച് വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോടും ഈ കുട്ടികൾ ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ കൊച്ചുകുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി തല്ലിക്കൊണ്ട് എന്ത് തരം പ്രാങ്ക് വീഡിയോ ആണെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ വൈകിയതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു. തുടർന്നാണ് കണ്ണൂർ റൂറൽ SP അനൂജ് പലിവാൾ ചെറുപുഴ പോലീസിന് നിർദ്ദേശം നൽകുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെയോടുകൂടി ഈ ജോസ് എന്ന മാമച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അനു, ശരി, എന്തായാലും കുട്ടിയുടെ സഹോദരൻ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തത് പ്രകാരമെങ്കിൽ പിതാവ് ഉപദ്രവിച്ചിട്ടില്ല. കുട്ടിയുടെ മാതാവും പിതാവും വേർപിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു. മാതാവിനെ തിരികെ വരുത്താനായിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്തത്. പിതാവ് അല്ലാതെ ഉപദ്രവിച്ചിട്ടില്ല, പ്രാങ്ക് വീഡിയോ ആണ് എന്ന നിലയിലാണ് മൊഴി. ആ പ്രതികരണം കൂടി കേൾക്കാം. പേരെന്താ? മോളുടെ പേരോ? ജോസ്ന. ഇന്നലെ എന്താ ഉണ്ടായേ? അച്ഛൻ തല്ലിയോ? ഇല്ല. പിന്നെ എന്തിനാ അങ്ങനെ ഒരു വീഡിയോ എങ്ങനെയാ വന്നേ? അത് എഡിറ്റിംഗ് ആക്കിയതാ. മറ്റേ വീഡിയോ എടുത്തിട്ട്. ഏത് എങ്ങനെ എഡിറ്റിംഗ് ആക്കി? മറ്റേ ഒരു ഇൻഷോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് എഡിറ്റിംഗ്. എന്തിനാ അങ്ങനെ എഡിറ്റിംഗ് ആക്കിയേ? എൻ്റെ അമ്മ വരെ. അമ്മ കുറേ ആയോ ഇവിടെ വന്നിട്ട്? നോക്കാറില്ലേ അമ്മ? അമ്മ നോക്കാറില്ലേ? നോക്കാറില്ല. അച്ഛൻ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല. മോളെ ഉപദ്രവിച്ചോ ഇന്നലെ? സത്യം പറ മോളൂ, സത്യം. കള്ളം പറയാൻ പാടില്ല. ഇല്ല, സത്യം. ഉപദ്രവിച്ചിട്ടില്ല.